അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. വളരെയേറെ ചൂട് കൂടുതലുള്ളൊരു സമയമാണ്. ഈ സമയത്ത് ഈ വിഷജീവികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയം കൂടിയാണ്. ഈ പാമ്പ് പോലെയുള്ള വിഷജീവികൾ ഇവകൾക്ക് ചൂട് സഹിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ചൂട് സമയങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി, തണൽ ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വിഷജീവികൾ നമ്മുടെയൊക്കെ വീടിനകത്തേക്ക് കയറി വരാനും അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിറക് പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വന്ന് ഒളിച്ചിരിക്കാൻ വളരെയേറെ സാധ്യതയുള്ളൊരു സമയമാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു 8 വയസ്സുകാരനായ ഒരു പൊന്നുമോൻ പാമ്പ് കടിയേറ്റ് മരിച്ച വാർത്ത നമ്മൾ കേട്ടത്. സംഭവം നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ കോടാലി ഭാഗത്താണ്, മലയോര മേഖലയാണ്. ആ ഭാഗത്ത് കടമ്പോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ശനിയാഴ്ച രാത്രി അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം കിടന്നുറങ്ങിയ 2 കുട്ടികൾക്കാണ് പാമ്പ് കടിയേറ്റത്. അതിൽ 8 വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. വാർത്ത ഒരു പക്ഷേ നിങ്ങളൊക്കെ കണ്ടു കാണും. അൽജോ എന്ന് പേരുള്ള 8 വയസ്സുകാരനാണ് മരണപ്പെട്ടത്. അതുപോലെ ആ കുട്ടിയുടെ സഹോദരനുണ്ട്, അനൂഷ് എന്ന് പേരുള്ള സഹോദരൻ. ആ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്, വളരെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു. അപ്പോൾ ശനിയാഴ്ച രാത്രി ഇവരെന്തോ പുറത്തു പോയിട്ട് ഈ കുടുംബത്തോടൊപ്പം, ഈ മാതാപിതാക്കളോടൊപ്പം കുട്ടികൾ രാത്രി വീട്ടിൽ തിരിച്ചെത്തുന്നു. അങ്ങനെ സാധാരണ അവർ രാത്രി വീട്ടിലെത്തിയാൽ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയ്ക്കൊക്കെ അടിച്ച് കുടിക്കാറുണ്ട് അത്ര. അത്തരത്തിൽ ഇവർ ശനിയാഴ്ച രാത്രി എന്തോ ജ്യൂസോ ഷെയ്ക്കോ എന്തോ അടിച്ച് കുടിച്ചിരുന്നു. അങ്ങനെ ഇവർ 4 പേരും കൂടി ഹാളിലാണ് കടന്നിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതല്ല, കുട്ടികൾ 2 പേര് ഹാളിലും അച്ഛനും അമ്മയും വെവ്വേറെ സ്ഥലത്തുമായിരുന്നു അത്ര കടന്നിരുന്നത്. ഏതായാലും ഞായറാഴ്ച പുലർച്ചെ ഈ കുട്ടികൾ വയറുവേദനിക്കുന്നു എന്ന് പറഞ്ഞ് കുട്ടികൾ നീച്ചു. കുട്ടികൾ വലിയ അസ്വസ്ഥതകൾ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ കഴിച്ച ഫുഡിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതിയിട്ട് അച്ഛനും അമ്മയും കൂടിയിട്ട് കുട്ടികൾക്ക് നല്ല ചുടുവെള്ളവും മറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ എന്നിട്ട് അമ്മയോടൊപ്പം 2 പേരെയും കിടപ്പുമുറിയിലേക്ക്, റൂമിലേക്ക് കിടക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ കുട്ടികൾ അമ്മയോടൊപ്പം അങ്ങനെ ബെഡ്റൂമിൽ കടന്നു. പക്ഷേ ഒരു പുലർച്ചെ 5 മണിയായ സമയത്ത് വീണ്ടും കുട്ടികൾ വലിയ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. കുട്ടികൾ ആകെ അവശ നിലയിലായി. പെട്ടെന്ന് തന്നെ അച്ഛന് 2 കുട്ടികളെയും കൂട്ടി, അച്ഛനും അമ്മയും കൂടിയിട്ട് അവരുടെ കയ്യിലെന്തോ ബുള്ളറ്റോ എന്തോ ബൈക്കാണ് ഉണ്ടായിരുന്നത്, അതിൽ തന്നെ ചാലക്കുടിയിലെ സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ആശുപത്രിയിലെ ഡോക്ടേഴ്സിന് ഇതെന്തോ പാമ്പ് കടിയേറ്റതാണ് എന്ന് അവർക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞത് കഴിച്ച ഫുഡിൻ്റെ എന്തോ പ്രശ്നമാണ് എന്ന രീതിയിലാണ്, ഫുഡ് വിഷബാധയാണ് എന്നുള്ള രീതിയിലായിരുന്നു വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് വിഷബാധയേറ്റതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സിനെ ചികിത്സിച്ചവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തോ പാമ്പ് കടിയോ മറ്റേ ഏറ്റതാണ് എന്ന്. ഏതായാലും അവരിങ്ങനെ അന്വേഷിച്ചു, എന്തെങ്കിലും പാമ്പ് കടി ഏറ്റിട്ടുണ്ടോ, വീട്ടിലെന്തെങ്കിലും പാമ്പിൻ്റെ ശല്യമുള്ള ഭാഗമാണോ, അല്ല പാമ്പിനെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇവർ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ അവർ പറയുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് തന്നെ 8 വയസ്സുകാരനായ പൊന്നുമോനും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വേഗം 10 വയസ്സുകാരനായ കുട്ടിയെ ഉടൻ തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ വീട്ടുകാർ വീട്ടിലെത്തിയിട്ട് തിരിച്ച് വന്ന് വീട്ടിൽ പരിശോധിച്ചപ്പോഴാണ് വീട്ടിൽ തലയണയ്ക്കടിയിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ വെള്ളിക്കട്ടൻ എന്ന പേരുള്ള ഒരു പാമ്പ്, 1.5 അടിയോളം നീളമുള്ള ഒരു ചെറിയ പാമ്പിൻ്റെ കുട്ടിയെ കാണുന്നത്. അപ്പോഴാണ് ഈ പാമ്പ് കടിയേറ്റതാണ് എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ 2 കുട്ടികളുടെ കാലിലും മറ്റൊക്കെ ആയിട്ട് പല പാമ്പ് കടിയേറ്റതിൻ്റെ ചില അടയാളങ്ങളും മറ്റുമൊക്കെ കാണുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും വളരെയേറെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്. ഈ മാതാപിതാക്കൾക്ക് 3 മക്കളാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മൂത്തൊരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടി അന്ന് അമ്മയുടെ വീട്ടിലായിരുന്നു അത്ര ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 2 കുട്ടികൾക്കാണ്, ഹാളിൽ കടന്ന ഈ 2 കുട്ടികൾക്കാണ് ഈ പാമ്പ് കടിയേറ്റത്. പാമ്പ് കടിയേറ്റ ഉടനെ ചിലപ്പോൾ അത് പാമ്പ് കടിച്ചതാണ് എന്നൊന്നും മനസ്സിലാക്കാനൊക്കെ വലിയ പ്രയാസമാണ്. പിന്നെ ഈ ചെറിയ ഈ കറുത്ത പാമ്പ് അതിലിങ്ങനെ വെള്ള വരയൊക്കെ അല്ല, രാത്രി ചിലപ്പോൾ പെട്ടെന്ന് പാമ്പിനെ കാണാനുള്ള സാധ്യതയില്ല. ഏതായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു. ആ ഒരു കുട്ടി മരണപ്പെട്ടു, ഒരു കുട്ടി ചികിത്സയിലാണ്. വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയമൊക്കെയാണ്. നമ്മൾ പലപ്പോഴും പകൽ കുട്ടികളൊക്കെ മറ്റുമൊക്കെ ആയിട്ട് പുറത്തു പോകും. രാത്രിയൊക്കെ ആയിരിക്കും തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ ചെറിയ ചെറിയ പാമ്പുകൾക്കൊക്കെ വീടിനകത്തേക്ക് കയറാൻ ചെറിയ എന്തെങ്കിലുമൊക്കെ വഴി മതിയല്ലോ. ഈ പാമ്പും കുട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ കയറാൻ, വീടിനകത്ത് കയറി പറ്റാൻ ചെറിയ എന്തെങ്കിലുമൊക്കെ വഴികൾ മതി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കയറിയിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയില്ല. അപ്പോൾ പുറത്ത് പോയിട്ടൊപ്പം വീടിനകത്തേക്ക് കയറുമ്പോഴും വീട് എപ്പോഴും കൃത്യമായി അടച്ച് ബന്ധസ്ഥിതിയിലായിരിക്കണം. പിന്നെ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ, കിടക്കുമ്പോഴൊക്കെ നമ്മൾ കിടക്കുന്ന സ്ഥലവും പരിസരവും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പാമ്പുകൾ എങ്ങനെയും വീടിനകത്തേക്ക് വരാം. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് പാമ്പിൻ്റെ പറഞ്ഞല്ലോ, പാമ്പുകൾക്ക് ചൂട് സഹിക്കാൻ കഴിയില്ല. എവിടെയാണ് തണൽ കിട്ടുക, എവിടെയാണ് ആശ്വാസം കിട്ടുക എന്ന് നോക്കി നടക്കുന്ന ജീവികളാണ് ഈ പാമ്പുകൾ, വിഷജീവികൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വീടിനകത്തേക്ക് കയറാൻ വഴി കിട്ടിയാൽ, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മുടെ തറയിൽ വല്ല വിള്ളലോ അല്ലെങ്കിൽ വല്ല ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ കയറി ഒളിച്ചിരിക്കാൻ വളരെയേറെ സാധ്യതയുള്ള സമയമാണ്.
അപ്പോൾ പാമ്പുകൾ അങ്ങനെയൊക്കെ കയറാം. അതുപോലെ ചിലപ്പോൾ അല്ല കിളികൾ, ചെറിയ തരത്തിലുള്ള പാമ്പും കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ വല്ല കിളികളൊക്കെ കൊത്തിയെടുത്തിട്ട് പറക്കുന്ന സമയത്ത് വീടിന് മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പൂച്ച സാറിന് അറിയാലോ, പാമ്പിനെ കണ്ടാൽ വെറുതെ വിടില്ല, കടിച്ചു കൊണ്ടുവരും. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളെപ്പോഴും പൂച്ചയൊക്കെ വീട്ടിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ ജീവികളെ കടിച്ചു വലിച്ചു കൊണ്ടുവരാറുള്ള പൂച്ചകളാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്, പൂച്ച എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പൊതുവെ പാമ്പ് കടിയൊക്കെ കൂടുതലായി ഏൽക്കുന്നൊരു സമയം, വീടിനകത്തൊക്കെ വെച്ച് പാമ്പ് കടി ഏൽക്കുന്നൊരു സമയം കൂടിയാണ്. ഈ ശംഖുവരേണി എന്ന് പറയുന്ന ഈ അല്ലെങ്കിൽ വെള്ളിക്കട്ടം എന്നൊക്കെ പറയുന്ന പാമ്പ് സംഭവം ചെറിയൊരു പാമ്പാണെങ്കിലും അതിൻ്റെ കടി കിട്ടിയാൽ സംഭവം ഇതുപോലെ വലിയ ഗുരുതരാവസ്ഥയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളൊക്കെ പുറത്തൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഈ മരച്ചവിട്ടിലും മറ്റുമൊക്കെ അതിൻ്റെ മാളത്തിലും മറ്റുമൊക്കെ കുട്ടികൾ കൈയിടുന്നതും മറ്റുമൊക്കെ ശ്രദ്ധിക്കേണ്ടതൊരു സമയം കൂടിയാണ്. ഈ വേലിയുടെ ഇടയിലും അല്ലെങ്കിൽ ഈ വള്ളികളൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഈ വള്ളിക്കട്ടം പോലെയുള്ള പാമ്പുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കടക്കാറുണ്ട്. പെട്ടെന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് കാണില്ല ഈ പാമ്പുകളെ. അപ്പോൾ ഈ കുട്ടികൾ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഈ മരച്ചോട്ടിൽ അതുപോലെ പാടങ്ങളിലും മറ്റുമൊക്കെ ഇങ്ങനെ പാമ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പാമ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് വളരെയേറെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ഈ പൂച്ചയൊക്കെയുള്ളവർ, ഇവിടെ എൻ്റെ അടുത്തുണ്ടൊരു പൂച്ചയൊക്കെയുള്ളവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പുറത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും കടിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുള്ള പൂച്ചകൾ, ഈ പൂച്ച ഇതുവരെയൊന്നും ഇങ്ങോട്ട് കടിച്ചു കൊണ്ടിട്ടൊന്നുമില്ല, എന്നാലും ചില പൂച്ചകൾ ഇങ്ങനെ പുറത്തുനിന്ന് എന്ത് കിട്ടിയാലും കടിച്ചു കൊണ്ടുവരും, എന്ത് ജീവികളെ കിട്ടിയാലും കടിച്ചു കൊണ്ടുവരുന്ന ചില പൂച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാമ്പിനെയൊക്കെ കണ്ടാൽ ഇങ്ങനെ കടിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിയിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. ശ്രദ്ധിക്കുക മാക്സിമം. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്നൊക്കെ പറയുകയെങ്കിലും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ അശ്രദ്ധ കാരണം ഒരു അപകടം സംഭവിക്കരുത്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ വിറക് പെരയിലൊക്കെ വന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിറക് പെര എപ്പോഴും വീടിൻ്റെ പുറത്തായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു സ്ഥലമായിരിക്കില്ലേ ഈ വിറക് പെര. അപ്പോൾ ആ സ്ഥലത്തൊക്കെ വിറകുകൾക്ക് ഇടയിലൊക്കെ പാമ്പുകൾ വന്ന് കയറി അവിടെ ഒളിച്ചിരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ വിറകെടുക്കാൻ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് പാമ്പിനെ പിടിക്കാനാണ് അല്ലെങ്കിൽ പാമ്പിനെ ആക്രമിക്കാനാണ് എന്ന് കരുതിയിട്ടായിരിക്കും നമ്മളെ പാമ്പ് ആക്രമിക്കുക, പാമ്പ് കടിക്കുക. പാമ്പിനറിയില്ലല്ലോ അത് നമ്മൾ വിറകെടുക്കാൻ പോകുന്നതാണ് എന്നൊന്നും പാമ്പിനറിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. അതുപോലെ പൂച്ചെടികൾ, പലരും ഇങ്ങനെ ചെടികളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടാവും, നനച്ചു കൊടുക്കുന്നുണ്ടാവും. അതിനൊക്കെ ഇടയിൽ വന്ന് കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പൂന്തോട്ടങ്ങൾ വീടിന് മുമ്പിൽ ഉള്ളവരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം അവിടെയൊക്കെ എപ്പോഴും നനച്ചു കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നനച്ചു കൊടുക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല തണവുണ്ടാവും. അപ്പോൾ ഈ തണവ് തേടിയിട്ട് അങ്ങോട്ടൊക്കെ വിഷജന്തുക്കൾ എത്തിയിട്ട് അതിൻ്റെയൊക്കെ ഈ പൂച്ചെടികളുടെ ചെടിച്ചട്ടികൾക്കിടയിലും മറ്റൊക്കെ ചുരുണ്ടി കിടക്കാനും മറ്റൊക്കെയുള്ള സാധ്യതയുണ്ട്. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.